സനാതന ധർമ്മത്തെക്കുറിച്ച് വളരെയധികം ചർച്ചകൾ നടക്കുന്ന ഈ അവസരത്തിൽ താൻ ഒരു സനാതന മുസ്ലിമാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് ഒരു പെൺകുട്ടി അയോധ്യയിലേക്ക് കാൽനടയാത്ര നടത്തുന്നു. മുംബൈയിൽ നിന്ന് കാൽനടയായി അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലേക്ക് പോകുന്ന മുസ്ലിം പെൺകുട്ടിയുടെ പേര് ശബനം ഷെയ്ഖ് എന്നാണ്. എന്തുകൊണ്ട് അയോധ്യ? ഈ ചോദ്യത്തിന് താൻ ഒരു ഭാരതീയ സനാതന മുസ്ലിമാണ്, അതുകൊണ്ട് തന്നെയാണ് അയോധ്യ തന്റെ ലക്ഷ്യമായി മാറിയത് എന്നും പെൺകുട്ടി പറയുന്നുണ്ട്. അയോധ്യ രാമക്ഷേത്രം പ്രാണപ്രതിഷ്ഠയ്ക്ക് ഒരുങ്ങുകയാണ്. ജനുവരി 22-ന് നടക്കുന്ന ചടങ്ങിലേക്ക് 7000-ലേറെ VIP-കൾക്കാണ് ക്ഷണം. ഇപ്പോഴിതാ മുംബൈയിൽ നിന്ന് കാൽനടയായി അയോധ്യ ശ്രീരാമക്ഷേത്രത്തിലേക്ക് പോകുന്ന മുസ്ലിം പെൺകുട്ടിയുടെ ദൃശ്യങ്ങളാണ് വൈറലാകുന്നത്. ശബനം ഷെയ്ഖ് എന്ന പെൺകുട്ടി കാവിക്കൊടിയുമേന്തി ലഗേജുമായി തനിച്ച് മുംബൈയിൽ നിന്നും അയോധ്യയിലേക്ക് നടക്കുകയാണ്. യാത്രയ്ക്കിടെ ആരോ പകർത്തിയ ദൃശ്യങ്ങളാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലായിരിക്കുന്നത്. വിവരങ്ങൾ അന്വേഷിക്കുന്നവരോട് പെൺകുട്ടി മറുപടി നൽകുന്നതും ജയ് ശ്രീറാം മുഴക്കിയാണ്. ഗ്രീൻ ഇന്ത്യ, പരിസ്ഥിതി സംരക്ഷണം എന്നിവ പ്രചരിപ്പിക്കുക, ഒപ്പം മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കുക എന്നിവയാണ് തന്റെ ലക്ഷ്യമെന്നും ശബനം പറയുന്നു. സനാതന ധർമ്മം ദേശീയ മതമാണ്. സനാതന ധർമ്മം ശാശ്വതമാണ്. സനാതന ധർമ്മത്തിനും മതത്തിനും അവസാനമില്ല. അനശ്വരമായതിന് അവസാനവും ഇല്ല. അതിന്റെ ശാശ്വതയെക്കുറിച്ച് ആർക്കും ഒരു ചോദ്യവും ഉന്നയിക്കാനാവില്ല. ഭാരതത്തിന്റെ ദേശീയ മതം സനാതന ധർമ്മമാണ്. ഹിന്ദു എന്നത് ഒരു മതപരമായ പദമല്ല, മറിച്ച് ഇന്ത്യക്കാരുടെ സാംസ്കാരിക സ്വത്വമാണ്. മറ്റു മതങ്ങളെ പോലുള്ളതല്ല ഹിന്ദുമതം. മറ്റു മതങ്ങൾക്ക് 4 ചുവരുകളും അതിരുകളും ലിഖിത നിയമാവലിയും ചിട്ടകളും ഒക്കെയുണ്ട്. എന്നാൽ ഹിന്ദുത്വം തുറന്ന ആകാശം പോലെ ദിഗന്ധങ്ങളിലേക്ക് അനന്തമായി നീണ്ടുകിടക്കുന്നു. അതിന് അതിരുകളില്ല. മനുഷ്യരാശി കണ്ടതും അനുഭവിക്കുന്നതുമായ വലിയ സാംസ്കാരിക സത്വമാണ് ഹിന്ദുത്വം. നിർഭാഗ്യവശാൽ ചില ആളുകൾ ഹിന്ദു സ്വത്വത്തെ ഇടുങ്ങിയ പരിധിക്കുള്ളിൽ നിർത്താൻ ശ്രമിക്കുകയാണ്. ഇന്ത്യ, പാകിസ്ഥാൻ, ബംഗ്ലാദേശ് എന്നിവിടങ്ങളിൽ നിന്നുള്ള മുസ്ലിങ്ങൾ ഹജ്ജിനായി മക്കയിലേക്ക് പോകുമ്പോൾ സൗദി അറേബ്യയിൽ അവരെ ഹിന്ദുക്കൾ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ഇന്ത്യയിൽ നിന്നും പോകുന്ന മുസ്ലിങ്ങളെ ഗൾഫിൽ ഹിന്ദുസ്ഥാനികൾ എന്നും ഹിന്ദുക്കൾ എന്നും വിളിക്കുന്നു. അതായത് ഹിന്ദുത്വം എന്നത് ഈ ഭൂപരിധിയിലെ ഒരു ആശയവും സംസ്കാരവുമാണ്. അത് ജാതിയുമായോ സംഘടിത മതവുമായോ ബന്ധപ്പെട്ട വാക്കല്ല, മറിച്ച് ഭാരതത്തിന്റെ സാംസ്കാരിക അഭിവാദനത്തിന്റെ അടയാളമാണ്. മറ്റ് സംഘടിത മതങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് ഹിന്ദുമതം. ഹിന്ദുത്വത്തിൽ എല്ലാ സംഘടിത മതക്കാർക്കും വിശ്വസിക്കാം, സ്ഥാനവും ഉണ്ട്. അയോധ്യ ഇന്ത്യയുടെ ആത്മീയ തലസ്ഥാനമായി മാറുന്നു. ദിവ്യ നവ്യ ഭവ്യ അയോധ്യ കാണാൻ ജനം അക്ഷമരായി കാത്തിരിക്കുകയാണ്. അയോധ്യയിലേക്ക് വരുന്ന ഓരോ ഭക്തനും മനസ്സ് നിറഞ്ഞു വേണം ഇവിടെ നിന്നും മടങ്ങാൻ. ഈ ചിന്തയോടെ അയോധ്യയെ സനാതന ധർമ്മത്തിന്റെ കേന്ദ്ര ബിന്ദുവായി മാറ്റുകയാണ് യോഗി സർക്കാർ. അയോധ്യയെ നഗരവികസനത്തിന്റെ മാതൃകയാക്കി മാറ്റും. ജനങ്ങളുടെ മനസ്സിൽ മഹത്തായ സ്ഥലം എന്നാണ് അയോധ്യയുടെ സ്ഥാനം. ഈ കാഴ്ചപ്പാടിലൂടെയാണ് അയോധ്യയെ പുനർനവീകരിക്കുന്നത്. മദ്യവും മാംസവും നിരോധിക്കുന്ന അയോധ്യയിൽ മുഴങ്ങേണ്ടത് ജയ് ശ്രീറാമാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.